ഈ സയൻസും ചർച്ച് സംബന്ധമായിട്ട് സബ്ജക്റ്റുകളും തിരിഞ്ഞു തുടങ്ങിയത് കുറേ കാലഘട്ടത്തിന് ശേഷമാണ്. ഈ ചർച്ചിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് സയൻസുമായിട്ട് ചേരാതിരുന്ന സമയത്ത് സയൻസിനെ വിശ്വസിക്കുന്നവരെ ചർച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ പുരോഹിതന്മാർ തല്ലും. പുരോഹിതന്മാരെ വിശ്വസിക്കുന്നവർ സയൻസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരിതുണ്ടാവും. അപ്പോൾ ഈ സയൻസിൻ്റെ ഒരു വളർച്ചയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പാശ്ചാത്യ മതങ്ങളുടെ ഓഫ് ഷൂട്ടായിട്ട് വന്ന കമ്മ്യൂണിസവും എല്ലാം പറയുന്നത് ഒന്ന് സയൻറ്റിഫിക് ടെമ്പർ അല്ലെ മനുഷ്യൻ്റെ ഫിലോസഫിക്കൽ സൈഡ് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാർൽ മാർക്സിൻ്റെ ഡാസ് ക്യാപിറ്റൽ പോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും പറയുന്നത് ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഭാരതത്തിൽ സ്പിരിച്വാലിറ്റിന്നോ മെറ്റീരിയലിസമൊന്നോ ഇല്ലായിരുന്നു. അതൊക്കെ പിന്നീട് വന്നിട്ടുള്ളതാണ്. പിന്നീട് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ്. ആക്ച്വലി പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്പിരിച്വാലിറ്റി മെറ്റീരിയലിസവും രണ്ട് ഇതിലാണ് പോകുന്നത്. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭാരതീയമായ രീതിയിൽ ഭാരതീയ വിഷയങ്ങളെ പഠിക്കുമ്പം നമ്മളതെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം തന്നെ നോക്കാൻ. ഇവിടെ സ്പിരിച്വാലിറ്റിന്നോ മെറ്റീരിയലിസമൊന്നോ ഇല്ല. ഇവിടെ ജീവിതമാണ്, ലൈഫാണ്. ഇവിടെ നമുക്ക് നമ്മളോടും നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഓരോ വിഷയങ്ങളോടും ആ പ്രസൻറ്റിലുള്ള കമ്മിറ്റ്മെൻറ്റും ലോയലിറ്റിയുമാണ് ദൈവികതയുടെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് നമ്മളോടുള്ള സ്നേഹമാണ്. ദൈവം ഭൂത്വാ ദൈവം യജൽ എന്നല്ലേ പറയുന്നത്. ദേവനായി തീർന്നുകൊണ്ട് ദേവനെ പൂജിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരുമ്പം ജീവിതം തന്നെ സാധനയായി മാറും, ജീവിതം തന്നെ ഉപാസനയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇനി എങ്കിലും ഈ ആര്യവൽക്കരണം അല്ലെ ദ്രാവിഡവൽക്കരണമെന്ന് പറയാതിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ സംശയമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ ഉറപ്പില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് നോക്കുക. എപ്പോഴും എവല്യൂഷൻസ് നടക്കുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പഠനത്തിലൂടെയും ഒരു സെർച്ചിങ്ങിലൂടെയും അതുപോലെ തന്നെ നേച്ചറിൽ നിന്ന് പല കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നത്, അത് ബാഹ്യമായിട്ടാണെങ്കിലും അത് സയൻസിൻ്റെ രീതിയിൽ, അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള രീതിയിലാണെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ രീതിയിൽ ഒരു സീക്കിങ്ങും സെർച്ചിങ്ങും അത് നിരന്തരമായിട്ട് ഡിസ്കവർ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന പോലെ ദേശമാന്ത്രികത്തെ, ഫോക്ലോറുകളെ ദ്രാവിഡം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു നിഷ്ഠയോടുകൂടി സംസ്കൃത ബേസ് ആയിട്ടുള്ള ശാസ്ത്രങ്ങളിലൂടെ വരുന്ന പലതിനെയും ആര്യൻ എന്ന് പറയുന്ന പരിപാടി നമുക്ക് നിർത്താം. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് ആ ഫോക്ലോറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് മാന്ത്രിക വിജ്ഞാനത്തെ, മന്ത്രവാദ വിഷയങ്ങളെക്കുറിച്ച്, മാന്ത്രിക വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് സൽമന്ത്രവാദവും ദുൽമന്ത്രവാദവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ അപ്പോൾ ഒന്നുകൂടെ നോക്കാം.